പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ പ്രതീക്ഷകളോടും പ്രാർത്ഥനയോടും കൂടെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ മാറ്റങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഒരു ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടുകൂടി പോകുന്നതായിരിക്കും. അതിനു മുൻപായി ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദൈവ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. സർപ്രൈസ് ആയിട്ടുള്ള ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ദേശത്ത് വചനം വിരളമായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഹന്ന എന്നറിയപ്പെടുന്ന സഹോദരി പ്രാർത്ഥനയ്ക്കു വേണ്ടി എഴുന്നേറ്റത്. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന അനുഭവം ഇങ്ങനെ തന്നെയായിരിക്കാം. എല്ലാ മേഖലകളിലും ആത്മീയമായി വരെ വരൾച്ച അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ ദൈവാത്മാവ് പറയുന്നത് തളർന്നു പോകാതെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കുക. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ എഴുന്നേറ്റാൽ വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഒരുപക്ഷെ സെക്കര്യാവിനെ പോലെയോ എലിസബത്തിനെ പോലെയോ നാളുകളായി പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്തിനു പ്രാർത്ഥിക്കുന്നു എന്നുള്ള കൺക്ലൂഷനിലേക്ക് നിങ്ങൾ വന്നിരിക്കാം. അങ്ങനെയൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ട്. അവരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹന്ന നമ്മളുടെ ജീവിതത്തിന്റെ മേൽ ഒരു മാതൃകയാണ്. അവൾ അവളുടെ ജീവിതത്തിന്റെ മേൽ വിഷയങ്ങളുടെ മേൽ മറുപടി കിട്ടാതിരുന്ന കാലഘട്ടങ്ങളിലും ആണ്ടുതോറും അവൾ ദൈവാലയത്തിലേക്ക് പോകുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിലും അവൾ പ്രാർത്ഥനയിൽ ടൈം സ്പെൻഡ് ചെയ്തു. ഒരു വർഷം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് വെച്ച് അവൾ തളർന്നു പോകുകയല്ല ചെയ്തത്, അവൾ പുറകോട്ട് പോകുകയല്ല ചെയ്തത്. ഇന്നാരൊക്കെയോ ഇന്നത്തെ പ്രവചന ദൂതിൽ വിടുതലിൻ ശുശ്രൂഷകളിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്, എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലല്ലോ ബ്രദറെ, ഞാൻ ദൈവിക ദൂതുകൾ കേൾക്കുന്നവരാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ഉപവസിക്കുന്നവനാണ്, എന്നിട്ടും എന്റെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലല്ലോ. പിന്മാറിപ്പോകരുതെന്ന് ഇന്നത്തെ പ്രവചന ശബ്ദത്തിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. പിന്മാറിപ്പോകരുത്. ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് വെച്ച്, ഒരു വിഷയത്തിന്റെ മേൽ ദൈവകരം ചലിച്ചില്ലെന്ന് വെച്ച്, നാളുകളായി ഉപവസിക്കുന്നു, മറുപടിയില്ലെന്ന് വെച്ച് പിന്മാറിപ്പോകരുത്. ഇതിന്റെ പുറകിലൊക്കെ വലിയ ദൈവഹിതം നിനക്ക് കാണുവാൻ പറ്റും. ഒരു വിഷയം ദൈവിക ടൈമിൽ നടന്നു കഴിഞ്ഞാൽ, ക്രോണോസ് ടൈമിൽ, കൈറോസ് ടൈമിൽ നടന്നു കഴിഞ്ഞാൽ, നീ നാളുകളായി കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ, ആമേൻ, വർഷങ്ങൾ കാത്തിരുന്ന നിമിഷത്തിന്റെ മേൽ ഒരു നിമിഷം കൊണ്ടും നിനക്ക് ദൈവപ്രവൃത്തി കാണാൻ പറ്റും. ചിലരെ നോക്കിക്കൊണ്ട് ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ ഈ പ്രവചന ദൂതിനെ ഞാൻ കൈമാറുകയാണ്. നാളുകളായി കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ അത്ഭുതകരം ചലിക്കുന്ന ദിവസമായി തീരട്ടെ ഇന്നത്തെ ദിവസം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ജനം കാത്തിരിക്കുന്നത്. കാത്തിരിക്കുന്ന ജനത്തെ ദൈവം കൈവിടുന്ന ദൈവമല്ല. കർത്താവെ, അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ഈ ശുശ്രൂഷയങ്ങൾ ഇവരുടെ വ്യക്തിപരമായ അനുഭവത്തിന്മേൽ ചലിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരെ നോക്കിക്കൊണ്ട് ഞാൻ അത്ഭുതത്തെ കൽപ്പിക്കുകയാണ്. ഇവരെ നോക്കിക്കൊണ്ട് ദൈവ പ്രവൃത്തിയെ ഞാൻ കൽപ്പിക്കുകയാണ്. ഈ മീറ്റിംഗിന്റെ മേൽ അത് തന്നെ സംഭവിക്കട്ടെ. വർഷങ്ങളായി കാത്തിരിക്കുന്നു, നാളുകളായി ദൈവസന്നിധിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു,
ഒരു മറുപടി ഇല്ലല്ലോ, ഒരു വിടുതൽ ഇല്ലല്ലോ, എന്റെ ജീവിതം ഇങ്ങനെ കത്തി എരിഞ്ഞ് തീരേണ്ടതാണോ എന്ന് ചോദിക്കുന്ന ഈ ജനത്തിനു വേണ്ടി അങ്ങയുടെ കരം ചലിക്കാൻ പോകുന്നതിനായി അങ്ങക്ക് മഹത്വം തരികയാണ്. ആ രോഗത്തിന്റെ മേൽ അത്ഭുത സൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുകയാണ്. ആ ശാപം ആ ഭവനത്തിൽ നിന്ന് അഴിഞ്ഞു മാറേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിട്ടുമാറാതെ ഒന്നു മാറി രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ അത്ഭുതത്തെ യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിന്റെ മേൽ സ്വീകരിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതങ്ങനെ തന്നെ ദൈവം ചെയ്യും, യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകൾ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം. യേശുവിന്റെ നാമത്തിൽ ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവം ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതിന് വേണ്ടി എന്നെ ഏൽപ്പിച്ച ദൈവിക ദൂത് ദൈവിക മഹത്വത്തെ പറ്റിയാണ്. നമുക്കറിയാം, ഒരു സ്ഥലത്തോ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ ഒരു കുടുംബത്തിലോ ഒരു ദേശത്തിലോ ദൈവിക മഹത്വം ഇറങ്ങിയാൽ എന്താ സാധ്യമെന്ന് പറയുന്നു അത് സാധ്യമായി തീരുവാനിടയായിത്തീരും. നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. കഴിഞ്ഞ നീണ്ട ദീർഘനാളുകളിൽ ബ്രദറെ, എന്റെ ജീവിതത്തിൽ അസാധ്യം മാത്രം കാണുന്ന വ്യക്തിയാണ് എന്ന് പറയുന്ന നിങ്ങളുടെ മേൽ അത്ഭുതത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ഇന്നു തൊട്ട് ചലിക്കുകയാണ്. ആമേൻ. കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞു തീർന്നു പോയി. എനിക്ക് തോന്നുന്ന ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി എന്റെ പ്രസംഗത്തിൽ 1 or 2 പ്രാവശ്യം ഞാൻ പരാമർശിച്ചതാണ്. വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ ഈ അമ്മ യേശുവിന്റെ അടുക്കലേക്കാണ് കടന്നു വന്നത്. നോർമലി വീഞ്ഞു തീർന്നു പോയാൽ, ഭക്ഷണം തീർന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തികളുടെ അടുത്തേക്കാണ് ആൾക്കാർ കടന്നു പോകുക. എന്നാൽ വീഞ്ഞെന്ന് പറയുന്ന സംഭവം ഒറ്റ ദിവസം കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുകയില്ല. നാളുകളുടെ, മാസങ്ങളുടെ, എന്തിനു പറയുന്നു, വർഷങ്ങൾ എടുത്തിട്ടായിരിക്കാം ഒരു വീഞ്ഞുണ്ടാക്കി എടുക്കുക. എന്നാൽ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ നോർമലായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ അമ്മയോട് പറവാനിടയായിത്തീർന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താണ്, എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ അമ്മയെ നിരാശപ്പെടുത്തി വിടുന്ന ഒരു മേഖലയൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം. എന്നാൽ യേശുവിന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞു, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. കാരണം ഇങ്ങനെയുള്ള ഇമ്പോസിബിൾ ആകുന്ന, അസാധ്യമാകുന്ന സിറ്റുവേഷനിൽ യേശുവിന്റെ അടുക്കൽ വന്നാൽ അവിടെ വിടുതൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണെന്ന് യേശുവിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഇന്ന് നിങ്ങളോടുള്ള ആദ്യത്തെ ദൂത്, യേശുവിന്റെ അടുക്കിലേക്ക് വരിക, അത്ഭുതത്തിനാകരുത്. യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. യേശുവിനെ കൊണ്ട് നിങ്ങൾ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ അസാധ്യമില്ല എന്നൊന്നും ഒരു ഭാഗത്തും പറയുന്നില്ല. യേശു ഉണ്ടായിരുന്ന കുടുംബത്തിന്റെ മേൽ വീഞ്ഞ് തീർന്നുപോയി, അസാധ്യമുണ്ട്. എന്നാൽ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് യേശു ആ ഭവനത്തിന്റെ മേൽ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും നിന്റെ ഭവനത്തിന്റെ മേൽ അസാധ്യതയുണ്ട് എങ്കിൽ, ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവിടെ നീ ഭയപ്പെട്ടു പോകരുത്. നിന്റെ ഭവനത്തിൽ, നിന്റെ വ്യക്തി എന്ന നിലയിൽ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആ യേശുവിനെ നീ മനസ്സിലാക്കുക. അവനോട് നീ പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ മേൽ ഇരിക്കുന്നു. ആ ക്രിസ്തു നിങ്ങളുടെ മേൽ ഉണ്ട് എങ്കിൽ ഏത് സാഹചര്യത്തെയും നിനക്ക് ഫേസ് ചെയ്യാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ പല കുടുംബങ്ങളുടെ മേൽ അസാധ്യതയുടെ നടുവിൽ നിന്ന് അസാധ്യതയുടെ കരം ഇപ്പോൾ തൊട്ട് ചലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും
ഞാൻ സൂം മീറ്റിങ്ങുകൾ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണ്. എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആമേൻ. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആമേൻ. മഹത്വം ചലിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കാം. ആമേൻ. 1, നിങ്ങൾ കാത്തിരിക്കണം. നമുക്കറിയാം, ഇന്ന് കാലഘട്ടങ്ങളിൽ കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ നാളുകളായി കാത്തിരുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ. എന്നാൽ നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഭയപ്പെട്ടു പോകരുത്. നിങ്ങൾ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവകരം ചലിച്ചിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകുമ്പോൾ, യൗവനക്കാർ ഇടറി വീഴുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ എന്ത് ചെയ്യുമെന്നാണ്? അവർ ശക്തിയെ പുതുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കാത്തിരിക്കുവാനുള്ള സമയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ തളർന്നു പോകുമെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. നീ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവശക്തി നിന്റെ മേൽ കടന്നു വരും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇന്ന് ദൈവശക്തിയുടെ അതിശക്തമേറിയൊരു മേഖല ഓപ്പൺ ചെയ്യേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, പത്രോസും കൂട്ടരും അപ്പർ റൂമിൽ അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നത് നീണ്ട ദിവസങ്ങളായിരുന്നു. 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, അവർ കോൺസ്റ്റന്റ്ലി, അവർ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ അവരുടെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടും. അവർ ഒരിക്കലും താളടിയായി പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള പ്രവചന ശബ്ദം, ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ആ സിറ്റുവേഷൻ, ആ പർട്ടിക്കുലർ ആയിരിക്കുന്ന മൂവ്മെന്റ് എല്ലാം തീർന്നു പോയി എന്ന് പറയുന്ന സ്ഥിതി ആയിരിക്കാം. ഇനി നിന്റെ മുൻപിൽ സാധ്യതയില്ലെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം. നാളുകളായി നിങ്ങൾ കാത്തിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ലെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഈ ദൂതനെ കൈമാറുകയാണ്. നിന്റെ സിറ്റുവേഷൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ചേഞ്ച് ചെയ്തു തുടങ്ങുകയാണ്. എന്റെ ഭാവിയെ നോക്കിക്കൊണ്ട്, പാസ്റ്റർ, ഞങ്ങൾ വർഷങ്ങൾ കാത്തിരുന്നു. എന്റെ കുഞ്ഞിന് വേണ്ടി, ഒരു വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ വർഷങ്ങൾ കാത്തിരുന്നു. ഒന്നും നടക്കുന്നില്ലല്ലോ. ആമേൻ, ആമേൻ. എല്ലാം തീർന്ന അനുഭവമാണല്ലോ. എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ടൊരു ദൈവ മനുഷ്യൻ എന്ന രീതിയിൽ ഈ പ്രവചന ദൂതനെ ഞാൻ കൈമാറുകയാണ്. നീ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ അത്ഭുതകരം ചലിക്കുകയാണ്. കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ മഹത്വം ദൈവം അവൻ നിനക്കു വേണ്ടി ഇറക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ മഹത്വമിറങ്ങും. കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ മഹത്വമിറങ്ങും. ഒറ്റ രാത്രി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവ മഹത്വം കാത്തിരുന്ന പത്രോസിന്റെയും കൂട്ടരുടെയും നടുവിലിറങ്ങി. എന്ത് സംഭവിച്ചു? മുക്കുവരെന്ന് പറയുന്നവർ, അൺസ്കൂൾഡ്, വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നവർ, അവൻ എന്തിനു പറയുന്നു? യഹൂദ മതത്തെയും റോമ ഗവൺമെന്റിനെയും പേടിച്ചുകൊണ്ട് ഒരു കോണിലായിരുന്ന ജനം, അവരാണ് പിന്നീട് ചരിത്രത്തെ നിയന്ത്രിച്ചത്. അവർ മുൻപിൽ കയറി നിന്നു. ദൈവം അവരെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഒരു യോഗ്യതയും ഇല്ലാത്തവരുടെ ജീവിതത്തിൽ കൂടെ അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുവാനിടയായി തീർന്നു. നിങ്ങളോടുള്ള ദൂത്, കാത്തിരിക്കുന്ന സമയം അത് ദൈവ പ്രവൃത്തികളുടെ സമയമാക്കി ദൈവം തീർത്തിരിക്കും. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് വേസ്റ്റിംഗ് ടൈം അല്ല. കാത്തിരിക്കുന്ന അനുഭവങ്ങൾ അത് വേസ്റ്റ് ചെയ്യുന്ന അനുഭവമല്ല, അത് ദൈവ പ്രവൃത്തിയുടെ നാടുകളാക്കി എന്റെ ദൈവത്തിന് തീർക്കാൻ പറ്റും. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ
കഴിഞ്ഞ നാളുകളിൽ ഞാൻ കാത്തിരുന്നു, എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന നിന്നോടുള്ള ദൂത്. ശഖരിയാവും എലിസബത്തും കാത്തിരുന്നു, എന്ത് സംഭവിച്ചു? അവർക്ക് വേണ്ടി ദൈവിക ദൂതന്മാർ ഇറങ്ങി. വാർദ്ധക്യത്തിൽ അവൻ ഒരു പ്രതീക്ഷകളും ഇല്ലാത്ത സമയത്ത് തന്നെ ദൈവകരം ചലിച്ചില്ലേ? ആ കുടുംബത്തിന്റെ മേൽ ശക്തനായ പ്രവാചകനായ യോഹന്നാന ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ? ഇതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവിക സർപ്രൈസ് വെളിപ്പെടും. സഹോദര സഹോദരി, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവിക സർപ്രൈസ്. നിന്റെ ജീവിതത്തിന്റെ മേൽ നീ കാണാൻ പോകുകയാണ്, നീ കാണാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന്റെ മേൽ നീ കാണും, നിന്റെ മക്കളുടെ മേൽ നീ കാണും, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ നീ കാണും, നിന്റെ ബിസിനസിന്റെ മേൽ ദൈവമഹത്വം നീ കാണും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മഹത്വം കാത്തിരുന്ന 120 പേരുടെ മേൽ ചലിച്ചു. ഞാൻ ആരോടൊക്കെയോ നോക്കി പ്രവചിക്കുകയാണ്, നീ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവമഹത്വം ചലിക്കുകയാണ്. ആ ശുശ്രൂഷയുടെ മേൽ ദൈവമഹത്വം ചലിക്കുകയാണ്. ആ കുടുംബ ജീവിതത്തിന്റെ മേൽ ദൈവിക മഹത്വം ചലിക്കുകയാണ്. ആ രോഗത്തിന്റെ മേൽ, മൈഗ്രീൻ എന്നറിയപ്പെടുന്ന രോഗത്തിന്റെ മേൽ ദൈവകരം ചലിക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ബെഡിൽ കിടക്കുന്നവരുടെ മേൽ ആ ദൈവിക മഹത്വം ചലിക്കുകയാണ്. കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവമഹത്വം ചലിക്കും. പല കുടുംബങ്ങൾ അത് കാണാൻ പോകുകയാണ്. മരിച്ചിട്ട് 4 ദിവസമായി ലാസറിന്റെ ഭവനത്തിന്റെ മേൽ ദൈവമഹത്വം ചലിച്ചില്ലേ? മഹത്വം ചലിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നതുപോലെ അവൻ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭവനതലങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന നിരാശയുടെയും ഉറക്കം ഇല്ലാത്ത അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നിന്നെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി പ്രവചിച്ചു പറയുകയാണ്, ദൈവമഹത്വം ചലിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഴിഞ്ഞു മാറുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കും. മഹത്വം ചലിക്കണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ കാത്തിരിക്കണം. ആമേൻ. ഇതിനൊരു 4 ഭാഗമുണ്ട്. ആ 4 ഭാഗം ഞാൻ നിങ്ങളുമായിട്ട് ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നതായിരിക്കും. മഹത്വം ചലിച്ച പത്രോസ് പിന്നെ മുക്കുവനല്ല, അപ്പോസ്തോലൻ. അതുമാത്രമല്ല, ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഒറ്റ മെസ്സേജാണ്. 3000 പേർ, അടുത്തത് 5000 പേർ. യെരുശലേം എന്ന ബൗണ്ടറി പൊട്ടിച്ചുകൊണ്ട് അവൻ യഹൂദിയിലേക്ക് കടന്നു പോകുന്നു, ശമരിയിലേക്ക് കടന്നു പോകുന്നു, ഇറ്റാലിയിലേക്ക് കടന്നു പോകുന്നു. എന്താ സംഭവിച്ചത്? ഒരു വ്യക്തിയുടെ മേൽ മഹത്വം ചലിച്ചു. ഇത് നിങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങൾ കാണാൻ വേണ്ടി പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. അതിനു മുമ്പായിട്ട് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ജോബീസ് മോള്, സുൽത്താൻപേട്ടുള്ള ജോബീസ് മോളിന്റെ 4ാമത്തെ നിലയിലുള്ള സിൽവർ ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ ആത്മീയ കൂടിവരവുകൾ നടക്കുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വേറൊരു ചർച്ചിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഒരു വാക്ക് കൂടി ഞാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ മെസ്സേജുകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ മഹത്വം ചലിക്കട്ടെ. ആ കുഞ്ഞിന്റെ മേൽ മഹത്വം ചലിക്കട്ടെ. അസാധ്യമാണ് പറയുന്നത്. ഡോക്ടേഴ്സ് റിപ്പോർട്ടുകൾ പറയുന്നത് ആ കുഞ്ഞ് ജീവിക്കാൻ സാധ്യതയില്ലെന്നാണ്. എന്നാൽ ദൈവിക മഹത്വത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ആ സമ്പത്തിന്റെ മേൽ ദൈവിക മഹത്വം ചലിക്കട്ടെ. മഹത്വം ചലിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് പോലെ അത്ഭുതങ്ങൾ ഭവനതലത്തിന്റെ മേൽ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു ഓൾ.